നൂറ, ഏതൊക്കെ ടീമുകളെയാണ് നമ്മൾ ഇക്കുറി ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ച് ഈ ഫ്രാൻസിനെയൊക്കെ മൊറോക്കോ കഴിഞ്ഞ വർഷം വിറപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇക്കുറി അങ്ങനെ കരുതിയിരിക്കേണ്ട ടീമുകൾ ഏതൊക്കെയാണ്? ഇക്കുറിയും സാധ്യതകളുള്ള ഒരുപാട് ടീമുകളുണ്ട്. 48 ടീമിലോട്ട് ലോകകപ്പ് എത്തി നിൽക്കുന്ന ഒരു ടൈമാണ് ഈ US, മെക്സിക്കോ, കാനഡ ലോകകപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട് ഇതിലൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് നല്ല ടീമുകൾ ഈ ലോകകപ്പിലുണ്ടെന്നുള്ളത് തന്നെയാണ് വാസ്തവം. ആദ്യം തന്നെ നമുക്ക് നോക്കാം നോർവേ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മൈൻഡിലും വരുന്ന ഒരു താരം എന്ന് പറയുന്നത് എർലിംഗ് ഹാലൻഡ് തന്നെയാണ്. ഫിഫ റാങ്കിങ്ങിൽ 31ാമത്തെ സ്ഥാനമാണ് നോർവേക്കുള്ളത്. പക്ഷേ ഇതിലൊക്കെ അപ്പുറത്തേക്ക് അവിടെ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ 8 മാച്ചുകളും ഒരു സമനില പോലും ഇല്ലാതെയാണ് നോർവേ ജയിച്ച ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയിട്ട് എത്തിയിട്ടുള്ളത്. അടിച്ച ഗോളുകളുടെ എണ്ണം 37, വഴങ്ങിയ ഗോളുകളുടെ എണ്ണം 5. നമ്മൾ പറഞ്ഞ താരം എർലിംഗ് ഹാലൻഡ് ആണ്. 50ഓളം ഗോളുകളും 9 അസിസ്റ്റും ആളുടെ ഇന്റർനാഷണൽ ഫുട്ബോൾ കരിയറിലും ആൻഡ് ക്ലബ് കരിയറിലും ഈ സീസണിൽ ആൾ നേടിയിട്ടുണ്ട്. ആൻഡ് മാർട്ടിൻ ഓഡേഗാർഡ്, പ്രീമിയർ ലീഗിൽ നമുക്കറിയാം ആർസണലാണ് ചാമ്പ്യൻസ്. പ്രീമിയർ ലീഗ് വിന്നിംഗ് ക്യാപ്റ്റനാണ് മാർട്ടിൻ ഓഡേഗാർഡ്. ആൻഡ് അതുപോലെ തന്നെ അലക്സാണ്ടർ സോർലോത്ത് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി 13ഓളം ഗോളുകൾ ലാ ലീഗയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ടീം നോക്കാം, ഇക്വഡോർ. ഫിഫ റാങ്കിങ്ങിൽ 23ാമത്തെ സ്ഥാനമാണ്. ആൻഡ് ഓൾസോ കോൺമിബോൾ ചാമ്പ്യൻഷിപ്പിൽ തൊട്ടടിയിൽ, അതായത് കോൺമിബോൾ ക്വാളിഫിക്കേഷനിൽ അർജന്റീനയുടെ തൊട്ടടിയിൽ വന്നിട്ടുള്ള ടീമാണ് ഇക്വഡോർ. അവരുടെ സൗത്ത് അമേരിക്കയിൽ 2ാം സ്ഥാനക്കാരാണ്. അടിച്ച ഗോളുകളുടെ എണ്ണം 17ഉം വഴങ്ങിയ ഗോളുകളുടെ എണ്ണം 5ഉമാണ്. ആൻഡ് പ്രധാന താരങ്ങൾ കൈസേഡോ ചെൽസി താരം 3 ഗോളുകളും 1 അസിസ്റ്റും ഈ സീസണിൽ ആൾ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പറയേണ്ട ഒരു താരം തന്നെയാണ് വില്യൻ പാച്ചോ. അതായത് ഈ സീസണിൽ PSG മാർക്കിനോസിന്റെ കൂടെ ഒപ്പത്തിനൊപ്പം നിന്ന് സെന്റർ ബാക്ക് പൊസിഷൻ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു താരം തന്നെയാണ് വില്യൻ പാച്ചോ. ആൻഡ് വി ഓൾസോ ഹാവ് ഇൻകാപ്പിയെ. നമ്മൾ നേരത്തെ ആർസണലിനെ കുറിച്ച് പറഞ്ഞു, പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആണ്, UEFA ചാമ്പ്യൻസ് ലീഗ് റണ്ണേഴ്സ് അപ്പും കൂടിയാണ്. അപ്പോൾ ഇൻകാപ്പിയും ഇവരുടെ ഒരു പ്രധാനപ്പെട്ട താരം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇക്വഡോർ 2006 ഒരു ക്വാർട്ടർ ഫൈനൽസ് എത്തിയതാണ് അവരുടെ ഏറ്റവും വലിയ ലോകകപ്പിലെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെനഗൽ. നമുക്കറിയാം മൊറോക്കോ കാഫ്, അതായത് കോൺഫെഡറേഷൻ ഓഫ് ആഫ്രിക്കൻ ഫുട്ബോൾ 3 മാസങ്ങൾക്ക് ശേഷം മൊറോക്കോയെ ചാമ്പ്യൻസായി പ്രഖ്യാപിച്ചെങ്കിൽ പോലും ആരാധകരുടെ മുമ്പിൽ സെനഗലാണ് ഇപ്പോഴും ആഫ്രിക്കൻ ചാമ്പ്യൻസായി നിൽക്കുന്നത്. ഫിഫ റാങ്കിങ്ങിൽ 15ാം സ്ഥാനത്താണ് സെനഗൽ നിൽക്കുന്നത്. ആൻഡ് ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആണ് ഈ പർട്ടിക്കുലർ സെനഗൽ എന്ന് പറയുന്നത്. ആഫ്രിക്കൻ റണ്ണേഴ്സ് അപ്പ്, ഗ്രൂപ്പ് ചാമ്പ്യന്മാർ ആഫ്രിക്കൻ റണ്ണേഴ്സ് അപ്പ്. ആൻഡ് അടിച്ച ഗോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 22ഉം വഴങ്ങിയ ഗോളുകളുടെ എണ്ണം 3ഉമാണ്. ആൻഡ് അവരുടെ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നത് നമുക്കറിയാം ആ ഒരു നിമിഷത്തിൽ കയറിപ്പോയ പ്ലെയേഴ്സിനൊക്കെ കൺവിൻസ് ചെയ്ത് വീണ്ടും ഗ്രൗണ്ടിലേക്ക് ഇറക്കിയ താരമാണ് സാഡിയോ മാനെ. അയാൾ തന്നെയായിരിക്കും സെനഗലിലെ ഫിഫ വേൾഡ് കപ്പിൽ ക്യാപ്റ്റൻസി സ്ഥാനത്തിലുണ്ടാവുക, സാഡിയോ മാനെ. ആൻഡ് കൗലിബാലി ഉണ്ട്, അതുപോലെ തന്നെ ബയൺ മ്യൂണിക്ക് താരം നിക്കോളാസ് ജാക്സൺ ഉണ്ട്. ഇതിലപ്പുറത്തേക്ക് ഒരുപാട് നല്ല താരങ്ങൾ ഈ സെനഗലിലുണ്ട്. ഇസ്മായിൽ എസറിനെ പോലെ, ഇൻഡായെ പോലെ, അതുപോലെ തന്നെ PSG യങ് പ്ലെയറായ എംബായെ പോലത്തെ താരങ്ങൾ സെനഗലിന് വേണ്ടിയിട്ട് 2002 അവർ വേൾഡ് കപ്പിൽ ഡെബ്യൂ നടത്തുന്നത്. അതേ വർഷം തന്നെ ക്വാർട്ടർ ഫൈനൽസിൽ എത്തിയെന്നുള്ളതാണ് ഇവിടെ ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ ചരിത്രം എന്ന് പറയുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് കൊളംബിയയെക്കുറിച്ച്. ഫിഫ റാങ്കിങ്ങിൽ 13ാമത്തെ സ്ഥാനമാണ്. സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻ, അതായത് ക്വാളിഫിക്കേഷനിൽ അവിടെ 3ാം സ്ഥാനക്കാരാണ് കൊളംബിയ, അതായത് അർജന്റീന, ഇക്വഡോർ, കൊളംബിയ. ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ. അടിച്ച ഗോളുകൾ എന്ന് പറയുന്നത് 22, വഴങ്ങിയ ഗോളുകൾ 15. ആൻഡ് കൊളംബിയയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ നമുക്ക് എപ്പോഴും ഒരു പ്ലെയർ എന്ന് പറയുന്നത് ഹാമസ് റോഡ്രിഗസ് ആണ്. 2014 വേൾഡ് കപ്പ് ആരും മറക്കില്ല. ആള് അടിച്ച ഗോളും ആ ഒരു ഗോളാണ് പിന്നെ പുസ്കസ് അവാർഡിന് അർഹമായത്. അതുപോലെ തന്നെ ആ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറാണ് ഹാമസ് റോഡ്രിഗസ്. ആൻഡ് ഈ ഒരു വേൾഡ് കപ്പിലും ആൾ നയിച്ച്, അതായത് 2022 അവർക്ക് ക്വാളിഫിക്കേഷൻ കിട്ടിയില്ല. 2018 ശേഷം 2026 അവർ വരുന്നത്. അതുപോലെ തന്നെ അവർക്ക് കൂടെയുള്ള താരമാണ് ലൂയിസ് ഡയസ്. 22ഓളം ഗോളുകളും 17 അസിസ്റ്റും പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലുമായി ബയേണിന് വേണ്ടിയിട്ട് ലൂയിസ് ഡയസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാനിയൽ മുനോസ് ക്രിസ്റ്റൽ പാലസ് താരമാണ്. അറിയാലോ, UEFA കോൺഫറൻസ് ലീഗ് വിന്നേഴ്സാണ്. അവർ ആദ്യമായിട്ടാണ് UEFA കോൺഫറൻസ് ലീഗ് കളിക്കുന്നത്. അപ്പോൾ തന്നെ അവർ വിന്നേഴ്സായി. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സ്വീഡൻ. നെതർലാൻഡ്സിനും ജപ്പാനും ടുണീഷ്യയുടെയും കൂടെ ആയിരിക്കും ഈ ഒരു വേൾഡ് കപ്പിൽ അവർ ഗ്രൂപ്പ് മത്സരങ്ങൾ കളിക്കുക. ഫിഫ റാങ്കിങ്ങിൽ 38ാമത്തെ സ്ഥാനമാണ്. ആൻഡ് പ്ലേ ഓഫ് യോഗ്യത റൗണ്ട് പ്ലേ ഓഫ് കളിച്ചിട്ടാണ് അവർ ഫിഫ വേൾഡ് കപ്പിലോട്ട് കടന്നു വന്നിട്ടുള്ളത്. അടിച്ച ഗോളുകളുടെ എണ്ണം 6ഉം വഴങ്ങിയ ഗോളുകളുടെ എണ്ണം 3ഉമാണ്. വിക്ടർ യോക്കറസ്, ആർസണലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞാണ്. വിക്ടർ യോക്കറസ് ആർസണലിന് വേണ്ടി 14ഓളം ഗോളുകളുണ്ട്. ഓർമ്മ ശരിയാണെങ്കിൽ 14ഓളം ഗോളുകളും 1 അസിസ്റ്റും പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ വിക്ടർ യോക്കറസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അലക്സാണ്ടർ ഇസാക്കിനെ കുറിച്ചാണ്. നമുക്കറിയാം ന്യൂകാസലിൽ മിന്നും പ്രകടനം നടത്തിയ താരമാണ് അലക്സാണ്ടർ ഇസാക്ക്. പക്ഷേ ലിവർപൂളിന് അദ്ദേഹത്തിന് അത്ര തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ നോർവേക്കെതിരെ നടന്ന ഫ്രണ്ട്ലി മാച്ചിൽ സ്വീഡൻ പരാജയപ്പെട്ടെങ്കിൽ പോലും ഇസാക്കിൻ്റെ 76ാമത്തെ മിനിറ്റിലെ ആ ഗോൾ കണ്ടാൽ നമ്മളൊന്ന്
നമ്മളൊന്ന് ചിന്തിച്ചു പോകും, ഇഞ്ചുറി പറ്റിയ പ്ലെയർ തന്നെ ആയിരുന്നോ അതെന്നുള്ളത്. അതുപോലെ തന്നെ ന്യൂ കാസലിൻ്റെ മറ്റൊരു താരമായ ആന്റണി എലാങ്കയും ഈ പ്രാവശ്യം സ്വീഡൻ്റെ കൂടെ ഉണ്ട്. ഇനി നോക്കേണ്ട ഒരു ടീം തന്നെയാണ് ഓസ്ട്രിയ. ഫിഫ റാങ്കിങ്ങിൽ 38ാമത്തെ സ്ഥാനമാണ്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് അവർ വരുന്നത്. അടിച്ച ഗോളുകളുടെ എണ്ണം 22, വഴങ്ങിയ ഗോളുകൾ 4. പ്രധാന താരങ്ങൾ ഡേവിഡ് അലാബ, റയൽ മാഡ്രിഡ് താരമാണ് ഡേവിഡ് അലാബ. ഓസ്ട്രിയൻ്റെ ക്യാപ്റ്റനും ഡേവിഡ് അലാബ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് താരം മാർസെൽ സാബസ്ട്രും കൂടെയുണ്ട്. ആൻഡ് യെസ്, കോൺറാഡ് ലൈമർ ബയൺ മ്യൂണിക് താരവുമാണ്. അപ്പോൾ ഈ ഓസ്ട്രിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോച്ച് തന്നെയാണ് റാഗ്നിക്. നമുക്കറിയാം, ഗഗൻ പ്രസിംഗ് എന്നുള്ള സ്ട്രാറ്റജിയുടെ ഗോഡ് ഫാദറാണ് റാഗ്നിക് എന്ന് നമുക്ക് പറയാം. 2022 സ്ഥാനം ഏറ്റെടുത്തു. ആൻഡ് ഈ സീസണിൽ ഇവരുടെ ഒരു മുന്നേറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് യൂറോ കപ്പിൽ പല ടീമുകളെയും, പല പ്രധാനപ്പെട്ട നെതർലാൻഡ്സ് അടക്കമുള്ള ടീമുകളെ പുറകിലാക്കിയിട്ട് ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയിട്ടാണ്, അതായത് ഗ്രൂപ്പിൽ വിന്നേഴ്സ് ആയിട്ടാണ് റൗണ്ട് ഓഫ് 16 അന്ന് ഓസ്ട്രിയ വന്നിട്ടുണ്ടായിരുന്നത്. സോ തീർച്ചയായിട്ടും ഈ ടീമുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ സെമി ഫൈനൽസും ക്വാർട്ടർ ഫൈനൽസും സെമി ഫൈനൽസും എല്ലാം എത്തുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. യെസ്, വമ്പന്മാരെയൊക്കെ അട്ടിമറിക്കാൻ പറ്റുന്ന ടീമുകൾ തന്നെയാണ് കേട്ടോ ഇവര്. നോർവേ ഉണ്ട്, ഓസ്ട്രിയ ഉണ്ട്, അതോടൊപ്പം തന്നെ കൊളംബിയ ഉൾപ്പെടെയുള്ള ടീമുകൾ അതിലുണ്ട് എന്നുള്ളതാണ്. സഫാൻ, ഹാലൻഡിനെ പോലെയുള്ള വലിയ താരങ്ങൾ സ്പെയിനും യൂറോപ്പും ഒക്കെ ഭരിക്കുന്ന താരങ്ങളുമായിട്ടാണ് ഈ ടീമുകൾ വരുന്നത്. അപ്പോൾ ഇതിലാർക്കായിരിക്കും കൂടുതൽ സാധ്യത? ഇവരുടെയൊക്കെ ഒരു പ്രതീക്ഷകൾ എങ്ങനെയായിരിക്കും? ഇതിൽ ഓഫ് കോഴ്സ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ടീം എന്ന് പറയുന്നത് നോർവേ തന്നെയാണ്. കാരണം അതിൻ്റെ താരങ്ങൾ തന്നെയാണ്. എർലിംഗ് ഹാലൻഡും മാർട്ടിൻ ഒഡേഗാർഡ് എന്നൊക്കെ പറയുന്നത് യൂറോപ്പിലെ വർത്തമാനകാല ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളാണ്. മാത്രമല്ല ഇവർ ക്വാളിഫയിങ് റൗണ്ടിൽ നമ്മളിപ്പോൾ ഇറ്റലി ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഇറ്റലി പുറത്താകുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നോർവേയാണ്. കാരണം ആ ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായിരുന്നു നോർവേ. പക്ഷേ ഇതിൽ മിസ്സിംഗ് ആയ 2 ടീമുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഒന്ന് സ്വിറ്റ്സർലാൻഡാണ്. സ്വിറ്റ്സർലാൻഡ് ഓഫ് കോഴ്സ് അധിക വേൾഡ് കപ്പിലും ഒരു പ്രീ ക്വാർട്ടർ ടീമാണ്. പക്ഷേ അവർക്ക് വേണമെങ്കിൽ ഈ ഇതിൽ ഒരു ക്വാർട്ടർ വരെയൊക്കെ മനോഹരമായ ഒരു ഫുട്ബോൾ പലപ്പോഴും കളിക്കുന്ന ടീമാണ്. പിന്നെ നമുക്ക് അറിയുന്ന ഒരുപാട് താരങ്ങളുണ്ട്. ഇപ്പൊ ഗ്രാനിറ്റ് ഷാക്ക എന്ന് പറയുന്നത് ഒരു പലർക്കും ആവേശമായിട്ടുള്ള താരമാണ്. പിന്നെ സിറ്റിയിലുണ്ടായിരുന്ന മാനുവൽ അക്കാൻജിയുടെ ടീമാണ്. പിന്നെ ഒന്ന് ഏഷ്യയിൽ നിന്ന് നമ്മൾ പറയുന്ന ഒരു ടീം ജപ്പാനാണ്. ജപ്പാൻ എന്ന് പറയുന്നത് വളരെ കാലമായിട്ട് വളരെ കോർഡിനേറ്റഡ് ആയിട്ട് കളിക്കുന്ന ടീമാണ്. കഴിഞ്ഞ ലോകകപ്പിൽ ജർമ്മനിയെ തോൽപ്പിച്ചവരാണ്. മാത്രമല്ല വളരെ ബുദ്ധിപരമായിട്ട് ഫുട്ബോൾ കളിക്കുന്നവരാണ്. അവർക്ക് ചിലപ്പോൾ ഫിസിക്കലി ഒക്കെ നമ്മൾ പറയാറുണ്ട് അവർക്ക് മറ്റു ടീമുകളോളം ഹൈറ്റിൽ അഡ്വാൻറ്റേജ് ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പോരാട്ട വീര്യത്തിൽ അവരെപ്പോഴും അതെ, ഒരു നമ്മൾ പറയാറുണ്ട് സാമുറായി പോരാട്ട വീര്യം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു വളരെ ബുദ്ധിപരമായിട്ടുള്ള പല നീക്കങ്ങളുണ്ടാവും. ഇപ്പോൾ ഓൾറെഡി അവരെക്കുറിച്ച് പല റീലുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, അവരുടെ തന്ത്രങ്ങൾ എങ്ങനെയാണെന്നൊക്കെ. പിന്നെ ഇതിൽ നമ്മൾ ഏറ്റവും ശക്തമായി കാണേണ്ട ഒരു ടീം കൊളംബിയാണ്. കൊളംബിയ എന്ന് പറയുന്നത് 90s കൊളംബിയ എന്ന് പറയുന്ന ഒരു ഗോൾഡൻ ജനറേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാർലോസ് വാൾഡ്രാമ എന്ന് പറയുന്ന ഒരു മുടിയൊക്കെ ഉള്ള ഒരാളെ പലർക്കും ഓർമ്മയുണ്ടാകും. ഹിഗിറ്റ എന്ന് പറയുന്ന സ്കോർപ്പിയൻ കിക്കിന്റെ ഉപജ്ഞാതാവിന് ഓർമ്മയുണ്ടാകും. പിന്നീട് കൊളംബിയൻ ഫുട്ബോളിന്റെ ഒരു ഡിപ്പാണ് നമ്മൾ കുറേ കാലമായിട്ട് കണ്ടിരുന്നത്. പിന്നീട് അവർ ബ്രസീലിൽ, അതായത് 2014 ലോകകപ്പിൽ അവർ ക്വാർട്ടർ വരെ മുന്നേറി. അന്ന് ഈ ജെയിംസ് റോഡ്രിഗസ് തന്നെയാണ് മുന്നോട്ട് നയിച്ചത്. അതിനുശേഷം അവർക്ക് ഏറ്റവും മികച്ച സ്ക്വാഡുള്ള ഒരു കാലമാണിത്. പ്രത്യേകിച്ചും ലൂയിസ് ഡിയാസിന്റെ ഒക്കെ സാന്നിധ്യമുണ്ട്. പ്രത്യേകിച്ചും അവർ അറ്റാക്കിംഗ് ടീമാണ്, ഭയങ്കരമായ അറ്റാക്കിംഗ് ആണ്. കോപ്പ അമേരിക്കയിൽ റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു. അതേസമയം ലാറ്റിൻ അമേരിക്കയിലുള്ള മറ്റൊരു ടീം ഇക്വഡോറാണ്. ഇക്വഡോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. അവർ ഡിഫൻസിൽ ഭയങ്കരമായ സ്ട്രോങ് ആണ്. ഇപ്പോൾ ഹിൻകാപ്രി ഉണ്ട്, അതുപോലെ നമ്മുടെ കൈസേഡോ, ചെൽസിയുടെ ഏറ്റവും റെക്കോർഡ് സൈനിങ് ആയിട്ടുള്ള കൈസേഡോ ഉണ്ട്. അങ്ങനെയുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണെന്ന് തോന്നുന്നില്ല ഇപ്പോൾ. അതെ, വൺ ഓഫ് ദ ബെസ്റ്റ്, പ്രീമിയർ ലീഗിലെ ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നീടും പറയേണ്ട ടീം സ്വീഡനാണ്. സ്വീഡൻ ക്വാളിഫയിങ് റൗണ്ടിലെ പെർഫോമൻസ് നോക്കിയാൽ നമുക്ക് അത്ര ഭയങ്കരമൊന്നും പറയാൻ പറ്റില്ല. കാരണം ക്വാളിഫയിങ് റൗണ്ടിൽ കാര്യമായിട്ട് വിജയമൊന്നും ഇല്ലാതെ അവർ പ്ലേ ഓഫ് ഒക്കെ കടന്നിട്ടാണ് വരുന്നത്. പക്ഷേ അതിൽ നമ്മൾ പറയാൻ കാരണം ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് വെട്ടിച്ച ഒരാളായിരുന്നു അലക്സാണ്ടർ ഇസാക്കി എന്ന് പറയുന്നത്. ലിവർപൂളിന്റെ താരമാണ്. നേരത്തെ നൂറ പറഞ്ഞു, അത് ന്യൂ കാസലിന്റെ ഒരു സൂപ്പർ താരമായിരുന്നു. പക്ഷേ ലിവർപൂളിൽ വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന് യോക്കെരസ് ആണ്. അദ്ദേഹം ഇതുപോലെ തന്നെ കോടികൾ വാങ്ങി ആഴ്സണലിൽ വന്ന് ബന്ധപ്പെട്ടുന്ന താരമാണ്. അങ്ങനെ വലിയൊരു താരമാണ്. പിന്നെ ആഫ്രിക്കയിൽ നിന്ന് ഓഫ് കോഴ്സ് സെനഗലാണ്. സെനഗൽ ഈ പറഞ്ഞ പോലെ മുമ്പും അട്ടിമറികൾക്ക് കെൽപ്പുണ്ട് എന്ന് തെളിയിച്ചൊരു ടീമാണ്. 2002 അന്നത്തെ ഫിഫ റാങ്കിങ്ങിൽ 1ാം സ്ഥാനക്കാരും ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അവരുടെ എന്താ പറയുക കോളനി രാജ്യമായിരുന്നു. ഫ്രാൻസിന്റെ കോളനി രാജ്യമായിരുന്നു. അങ്ങനെ സിദാന്റെ ഫ്രാൻസിനെ തോൽപ്പിച്ച സെനഗൽ വീണ്ടും ഒരു പോരാട്ട വീരത്തിന് വരികയാണ്. അഫ്കോളിലെ റണ്ണേഴ്സ് അപ്പാണ്. പലരുടെയും മനസ്സിലെ ചാമ്പ്യൻ കൂടിയാണ്. അപ്പോൾ ഉണ്ട്. പിന്നെ ആഫ്രിക്കയിൽ നിന്ന് വേറെയും ടീമുകൾ വന്നേക്കാം. ഐവറി കോസ്റ്റ് ഉണ്ട്, ഗാനയുണ്ട്. അപ്പോൾ ഡാർക്ക് ഹോഴ്സിന് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതെ, പിന്നെ മൊറോക്കോ വേണമെങ്കിൽ നമുക്ക് ഈ ലിസ്റ്റിൽ പറയാം. കഴിഞ്ഞ ലോകകപ്പിൽ ഓൾറെഡി പ്രൂവ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് അവർ അണ്ടർഡോഗ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡാർക്ക് ഹോഴ്സസ് എന്ന് വിളിക്കാൻ പറ്റില്ല എന്നാണ്. തീർച്ചയായിട്ടും ഈ നമ്മൾ പറഞ്ഞ ടീമിൽ ഒരു 8ൽ ഒരു 4-5 ടീമെങ്കിലും ഒരു ക്വാർട്ടർ വരെയെങ്കിലും ചുരുങ്ങിയത് മുന്നേറാൻ സാധ്യതയുള്ള ടീമുകളാണ്. അതിൽ ഏതൊക്കെ സെമി വരെയൊക്കെ എത്തും നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം എന്നാണ് എനിക്ക്. യെസ്, അത് തന്നെയാണ്. എല്ലാവരുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച്
ഞെട്ടിച്ച ചില ടീമുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണയും ഫേവറേറ്റുകൾക്കപ്പുറം ശ്രദ്ധിക്കേണ്ട ചില ടീമുകളുണ്ട്. അവരുടെ പ്രകടനവും നിലവിലെ ഫോമും കണക്കിലെടുക്കുമ്പോൾ വമ്പന്മാരെ പോലും മലത്തിയടിക്കാനുള്ള സാധ്യത നമുക്കുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.